ഗിരിയേട്ടാ, എത്ര നേരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോട് പറയുന്നു ഇനി വഴക്കൊന്നും വേണ്ട, കോംപ്രമൈസ് ചെയ്യാൻ. സർ, റോഡിൽ വെച്ചുണ്ടായ സംഭവം അങ്ങ് മറന്നുകളാം. സാർ എപ്പോഴും പറയുമല്ലോ, നന്ദിനി തനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ. പിന്നെ ഇതെന്താ ഞാൻ പറഞ്ഞ കേക്കാത്തെ? ഒന്ന് സംസാരിക്കും നിങ്ങൾ തമ്മില്, പ്ലീസ് സർ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്. ഞാനും മഞ്ജു ഇപ്പൊ നല്ല കൂട്ടാ, നിങ്ങളും അതുപോലെ ആവണ്ടേ? എനിക്ക് ആരോടും കൂട്ടുകൂടാനൊന്നും വയ്യ. ഗിരിയേട്ടാ, ചുമ്മാ വാശി പിടിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, കാട്ടിവെച്ച് നന്ദിനി എന്റെ ജീവൻ രക്ഷിച്ചത്. അങ്ങനെ ജീവൻ രക്ഷിച്ച ആളോട് നമ്മൾ നന്ദി കാണിക്കണ്ടേ? അതിന് ഞാൻ നന്ദിനിയോട് നന്ദി പറഞ്ഞല്ലോ. നന്ദിനി, ഇവർ രണ്ടുപേരും ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. സുമംഗലി പൂജ കഴിയണ്ടേ? കഴിയാൻ നിൽക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തില്ലെങ്കിലേ ഞാനും മഞ്ജു ഇന്ന് തിരിച്ചു പോകും. അതെ, കൈ കൊടുത്ത് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നുണ്ടോ അതോ ഞങ്ങൾ തിരിച്ചു പോണോ? പൂജ പൂർത്തിയാവാതെ തിരിച്ചു പോണ്ട. അതിനുവേണ്ടി ഒരു കോംപ്രമൈസിന് വേണമെങ്കിൽ ഞാൻ തയ്യാറാ. ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിട്ട് ജയിച്ച മത്സരം പൂർത്തിയാകാതെ പോകണ്ട. ഞാനും വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. ഇതേ ഞങ്ങളോട് പറഞ്ഞാ പോരാ. രണ്ടുപേരും തമ്മിലൊന്ന് കൈ കൊടുത്തേ. കൈ കൊടുക്ക് സാർ. സോറി. സോറി. അതെ, ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഞാൻ റൂമിലേക്ക് പോവാ. ഞാൻ റൂമിലേക്ക് പോവാ. ഇവരുടെ വഴക്ക് തീർന്നില്ലേ? അതൊക്കെ തീർന്നു. ഈ ആണുങ്ങളുടെ ഒരു സ്വഭാവം ഇങ്ങനെയാ, അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കില്ല. ഇങ്ങനെ ബലം പിടിച്ചോണ്ട് നിൽക്കും. നീ പേടിക്കണ്ട. ഈ പൂജ പൂർത്തിയാക്കുന്നതിന് മുമ്പേ രണ്ടുപേരും തമ്മില് നല്ല കമ്പനിയാവും. നീ നോക്കിക്കോ. അതെനിക്കും തോന്നുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിയാ രണ്ടുപേരുടെയും സ്വഭാവം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് മാത്രമല്ല, അവർ രണ്ടുപേരും നമ്മളെ രണ്ടുപേരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കവര് വെറുതെ തട്ടിക്കളയില്ല. വണ്ടി അങ്ങോട്ട് നീങ്ങിട്ടോ. ശരി സാർ. വാ. മിസ്റ്റർ കുര്യൻ, ഏയ് ഔദ്യോഗിക പരിപാടിയൊന്നുമില്ല, ഫാമിലിയുടെ കൂടെ. മോളെ എഴുത്തിന് നിർത്തണം. പിന്നെ വൈഷ്ണവിയുടെ ഡാൻസ് പ്രോഗ്രാമും ഉണ്ട്. സ്വന്തം ക്ഷേത്രം തന്നെയാ. ഞാൻ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് എത്തും. വന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം. ഓക്കെ എന്നാ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. എനിക്ക് ഗുഡ് മോർണിംഗ് ആന്നില്ലേ? ഗുഡ് മോർണിംഗ് ബേബി. മാഡം ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഒരു സെൽഫി. പിന്നെന്താ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് എടുക്കാം. മാം ജസ്റ്റ് ഒരു സെക്കൻഡ്. ഒരുത്തിനിവിടെ രാജ്യം ഭരിക്കുന്ന മന്ത്രിയാവാൻ പോവാ. പക്ഷേ എന്നോടൊരു സെൽഫി ചോദിക്കാൻ ആരുമില്ല, അല്ലേ മോളെ? ഇതാണ് കലാകാരന്മാരുടെ യോഗം. അതൊന്നും പറയണ്ട, ഇപ്പൊ രാഷ്ട്രീയക്കാരും ഇറങ്ങിയിട്ടുണ്ട് റീൽസുമായിട്ട്. പ്രകാശും അങ്ങനെ ഒരു സംവിധാനം നോക്ക്. അയ്യോ വേണ്ടായേ, നമുക്ക് നേരെ ചെവിയുള്ള ഏർപ്പാട് മതി. ഒരു പദവിയിലേക്ക് എത്തുമ്പോഴും ശുദ്ധമായിരിക്കണം, അവിടുന്ന് ഇറങ്ങുമ്പോഴും ശുദ്ധമായിരിക്കണം. സർ, ഇതാക്കി. ഓ താങ്ക് യു സർ. ലഗേജ് റൂമിലെത്തിക്കാം. ഓ സർ, ലിഫ്റ്റ് എവിടെയാണ് സർ? ജിസിയെ മോളെ വിളിച്ചേ.
ആ ജെസി ഇഷ്ടായോ? ഡൽഹിയിൽ എത്തിയോ? നമുക്ക് അവിടെ നോക്കാം. ഓ ഞാനൊരു 3 ദിവസം കഴിയും. അതുവരെ താനവിടെ ഉണ്ടായിരിക്കണം. ഒരു കാര്യം ചെയ്, പാർട്ടി പ്രസിഡന്റിനെ ഒന്ന് കാണാം. ഞാൻ സെക്രട്ടറി വിളിച്ച കാര്യം പറയാം. ശരി. മോൾ ഇവിടെ നിന്നേ. ആ പ്രകാശ്. ഒരു മിനിറ്റ്, ഒരു കോളോടെ. ഏയ് പ്രകാശ്, ഇതെന്താ പ്രകാശ് വല്ലപ്പോഴും എന്റെ മോളുടെ അടുത്തേക്ക് വരുന്നേ? വന്നു കഴിഞ്ഞ ഫുൾ ടൈം ഫോണിൽ തന്നെ. ഇത് പരമ ബോറാ കേട്ടോ. എടോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടല്ലേ. ഈ വിളിക്കുന്നവരെയൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്തില്ലെങ്കിൽ അവന്മാര് ചാടി വേറെ എങ്ങോട്ടെങ്കിലൊക്കെ അങ്ങ് പോവും. പിന്നെ മന്ത്രിസ്ഥാനമൊക്കെ തടയുവാ. അതെ, അച്ഛന്റെ ഫോൺ നമുക്ക് ഓഫ് ആക്കി വെച്ചാലോ അമ്മേ? അയ്യോ മോളെ, അങ്ങനൊന്നും ചെയ്യല്ലേ. അച്ഛനും ഒരുപാട് അത്യാവശ്യ കാര്യങ്ങളുള്ള കേട്ടോ. അതെ, എന്റെ മോളുടെയും കാര്യം കഴിഞ്ഞിട്ട് മതി പ്രകാശിന്റെ തിരക്ക് കേട്ടോ. എന്താ എന്താ ഇന്നാളെ അമ്മ അച്ഛനോട് പറയുന്ന ഞാൻ കേട്ടതാ. ഭയങ്കര കുറുമ്പി. ഇനിയിപ്പൊ ഞാനിവളെ വല്ലാതെ സൂക്ഷിക്കണം അല്ലേ പ്രകാശ്? ആ പ്രകാശ്, കാഞ്ചീപുരത്ത് വിളിച്ച് സുന്ദറിനോട് സംസാരിച്ചിരുന്നോ? എടോ, കാഞ്ചീപുരത്തുനിന്ന് തന്റെ നൃത്തത്തിനുള്ള ആൾക്കാർ പുറപ്പെടുന്നതും അവരെ കൊണ്ടുവരുന്നതും ഒക്കെ തന്റെ മാനേജറുടെ ജോലിയല്ലേ. ആ കാര്യത്തിന് വെറുതെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? വേറൊന്നുമല്ല പ്രകാശ്. പ്രകാശ് അവരെ ഒരു തവണ വിളിച്ചു പറഞ്ഞ അവർ അത്രമാത്രം കൃത്യത കാണിക്കും. എനിക്ക് അനുഭവം ഉള്ളതല്ലേ. പക്ഷേ അവരെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കണം. അത് രണ്ടാൾക്കും ബുദ്ധിമുട്ടാവൂ. ഒന്ന് പോയി അവിടുന്ന്. പ്രകാശ്, എത്രയോ രാജ്യങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്, എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോ കിട്ടുന്ന ഒരു മനസമാധാനം വേറെങ്ങും കിട്ടില്ല. റിയലി, നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളെയും തുടക്കം ഇവിടല്ലേ? അല്ലടാ, എല്ലാ വർഷവും മുടങ്ങാതെ നമുക്കിവിടെ വരാൻ സാധിക്കട്ടെ. അച്ഛാ, ഞാൻ എപ്പോഴാ സുമംഗലി പൂജയിൽ പങ്കെടുക്കുന്നേ? സുമംഗലി പൂജയെ പങ്കെടുക്കണമെങ്കിലേ കല്യാണം കഴിക്കണ്ടേ? എപ്പോഴാ എന്റെ കല്യാണം? ഓ, അതൊക്കെ കൃത്യസമയം നോക്കി അച്ഛനും അമ്മയും നടത്തിത്തരാം. അതൊന്നും ആലോചിച്ച് ഇപ്പൊ എന്റെ മോള് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ.